അങ്ങനെ നമുക്ക് ബോട്ടൊക്കെ ഇട്ട് നമ്മളൊരു 30 മിനിറ്റ് അവിടെ എൻജോയ് ചെയ്തു ദൈവം കാല് കഴുകാൻ പോവാട്ടോ. അതിനുശേഷം നമ്മൾ ആ മേൽപ്പാലത്തിൻ്റെ അവിടെ നിന്ന് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചു തിരിച്ചു പോകുമ്പോൾ സജിത്താണ് വണ്ടി എടുത്തത്. അങ്ങനെ നമ്മൾ തട്ടുകടയിലെത്തി ബീഫും കൊള്ളിയും കഴിച്ചു. ആ ടൈമായപ്പോൾ ഉണ്ണിയും പിടിയും വന്നു. ദീപു ആ ടൈമിൽ അവിടെ എന്ത് എക്സസൈസ് ചെയ്യുന്ന സംഭവം ഉണ്ടായിരുന്നു, അതും എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു 11 മണിയായപ്പോൾ ശരത്തെത്തി. അവൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വന്നത്. പിന്നെ രണ്ടുപേരും കൂടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, വലിയ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ കിടന്നൊക്കെ ഇറങ്ങി. കാലത്ത് ശരത്തേറ്റു, അവനെ ചായ അമ്മമ്മ കൊടുത്തു. സജിത്ത് തലേദിവസം അവിടെ കെട്ടി പറഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അവിടെ കൈ അവൻ്റെ പൊട്ടിയുണ്ടായിരുന്നു, ആ പൊട്ടിൽ നോക്കിയിരിക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ വീട്ടിൽ നിന്ന് പഴയ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പം അമ്മാമ്മ അവിടെ ഇഡ്ഡലി വട ചമ്മന്തി സാമ്പാർ അങ്ങനെ സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ശരത്ത് അവൻ്റെ ചപ്പൽ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാവരോടും തറ്റ ബൈ ബൈ പറഞ്ഞ് അവർ യാത്ര ചെയ്യുക. ഈ ദിയു അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം തറ്റ